അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആരാണ് നമ്മുടെ മുത്ത് നബി? ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പുതിയ തലമുറകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലാതാവുകയും അവർക്കൊക്കെ പരിചയമുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, വിരാട് കോഹ്ലി ഇങ്ങനെ തുടങ്ങിയ സ്പോർട്സ് താരങ്ങളെ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആരാണ് മുത്ത് നബി? വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അവിടെ ഉണ്ടായിരുന്ന കുടത്തരത്തെയും അവിടെ ഉണ്ടായിരുന്ന ദുസ്വഭാവത്തെയും മാറ്റി അഖിലോക നേതാക്കളാക്കി, വിനയത്തിന്റെ കടാത്ത വെളുക്കുകളാക്കി, സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബെർണാഡ് ഷാ പറയുന്നു, I like his Muhammadability. Muhammad was not only prophet but I saw sensitivity and sociality. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമല്ല, മരിച്ച ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരികർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും എലിയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോകജനതയെ സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനിക്കോ അനർബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയം ശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവനിക്ക് പദവി നൽകി ബഹുമാനിച്ച് കാരുണ്യത്തിന്റെ അഷ്ടവും വിമോചനത്തിന്റെ പാദം തളിച്ചു കൊടുത്ത ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തും ഭരണാധിപത്യവും മുത്തുമാണിക്യം തന്റെ കാലിന്റെ ഇതിലിരിക്കവേ, എന്നാൽ ചുവന്ന മൺകൊണ്ട് മൺചേരിന്റെ വീട്ടിൽ ഈന്തപ്പനവാല കൊണ്ടും സ്വന്തം കൈകൊണ്ട് വീട് പണി ചെയ്ത് സ്വന്തം കൈകൊണ്ട് ദിവസം ചോലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി കീരിയ പായ വിരിച്ച് AC ഇല്ലാണ്ട് ഫാൻ ഇല്ലാണ്ട് മരുഭൂമിയിൽ അന്തി ഉറങ്ങുന്ന രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിയുടെ ചക്രവർത്തിയായ ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽ കുടിക്കുകയും പാലിൽ തന്നെ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികളാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ എല്ലാ നാൽക്കാലുകൾ സ്വന്തം കൈകൊണ്ട് തിരിച്ച് സ്വന്തം കൈകൊണ്ട് പാല് കരന്ന് ചെരുപ്പ് തുന്നിയും അങ്ങനെ വളരെ കഷ്ടപ്പാട് ചെയ്ത് ജീവിച്ചവരെ ഒരു നേതാവ് നമ്മുടെ ലോകത്തുണ്ടെങ്കിൽ ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, സ്നേഹത്തിന് തുല്യമില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിലേറെ തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും സ്നേഹം തന്നെ ലോകത്തിലേക്ക് പകർന്നു നൽകുകയും ചെയ്ത നേതാവ് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അനുദാനം ചെയ്യുകയും വേണം. അതിന് നാദത്ത് നോക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.